കാൽവരിയിലേക്ക്. കർത്താവേ, നിൻ കുരിശിൻ്റെ വഴി കാലിടറാതെന്നും നീങ്ങിടുവാൻ, കൽമഷമില്ലാതെ ക്രൂശെടുത്തിടുവാൻ കനിയണമേ നീ തമ്പുരാനേ. അങ്ങേ കുരിശിന്റെ മറുപുറമേറ്റി അവിടുത്തെ പാദം പുൽകിയിടുവാൻ അനുധാവനം ഞങ്ങൾ ചെയ്തിടുന്നു. അനുഗ്രഹിക്കണമേ, അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ, അനുഭവമേകണേ സ്വർഗ്ഗരാജ്യം. ഇത് ഒരു പ്രാരംഭ പ്രാർത്ഥനയല്ല, ജീവിത ആരംഭമാണ്. ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാൻ അവൻ എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന തിരിച്ചറിവിൽ നിന്നുള്ള തുടക്കം. അവനിലേക്കെത്താൻ ഇതാണ് വഴി, ഇത് മാത്രമാണ് വഴി. കാൽവരിയിലേക്ക് ഒരു യാത്ര. ഏത് സന്തോഷത്തിലും ഏത് തകർച്ചയിലും ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് ഒരു യാത്ര. നിത്യമായ ജീവനിലേക്ക് ഒരു യാത്ര. ദൈവമേ, ഇന്ന് ഞങ്ങളും യാത്രയിലാണ്. അത് നിന്നിലേക്കാണോ? വ്യക്തതയില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ പോലെ ഞങ്ങളുടെ ചുണ്ടിൽ നിന്റെ നാമമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്റെ വചനവുമുണ്ട്. എങ്കിലും നിന്നെ തിരിച്ചറിയാതെയാണോ ഞങ്ങളുടെയും യാത്ര? തിക്കിലും തിരക്കിലും പെട്ട് നിന്നെ, ഈശോയെ, നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ നീ ഞങ്ങൾക്ക് കൂട്ടാകണമേ. ഇന്ന് ഈ ലോകത്തിൽ സ്നേഹം നഷ്ടമായിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക നീ കാട്ടിയിട്ടും സ്നേഹിതരായ ഞങ്ങൾക്ക് വേണ്ടി നീ ജീവൻ ബലി കഴിച്ചിട്ടും ഇല്ല, ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഒരു സ്നേഹിതനു വേണ്ടിയും ഞങ്ങളുടെ ഇഷ്ടങ്ങളെ, ഞങ്ങൾക്കുള്ളതിനെ, ഞങ്ങളുടെ ജീവനെ ഒന്ന് പങ്കുവയ്ക്കുവാൻ പോലും ഞങ്ങൾക്കായിട്ടില്ല കർത്താവേ. ഞങ്ങളുടെ സന്തോഷത്തെ, ഞങ്ങളുടെ ജീവിതത്തെ ബലിയാക്കുവാൻ കാലിത്തൊഴുത്തും കാൽവരിയും നിന്റെ ജനനവും മരണവും ഉത്ഥാനവും അടങ്ങുന്ന നിന്റെ ജീവിതയാത്ര ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ഈശോയെ, സ്നേഹത്തിൻ്റെ മഹത്തായ ആ വഴിയിലൂടെ ഞങ്ങളും വരുന്നു. ഇതുവരെ ഞങ്ങൾ നടന്ന പാപത്തിൻ്റെ വശ്യത നിറഞ്ഞ വഴിയിലൂടെയല്ല, തിരിച്ചറിവിൻ്റെ കാൽവരിയിലേക്ക്
വ്യാകുലപൂർണയായ അമ്മയോടൊപ്പം കാൽവരിയിലൂടെ സ്വർഗത്തിലേക്കുള്ള ഞെരുങ്ങിയ കൂർത്ത കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ദുർഘടമായ ഞങ്ങളുടെ ഈ ജീവിത അനുഭവങ്ങളിലൂടെ ഒരു കാൽവരി യാത്ര. കറയറ്റ കുഞ്ഞാടിതാ നിൽക്കുന്നു, കാപട്യലോകത്തിൻ വിധി കേൾക്കുവാൻ. കനിവറ്റു പീലാത്തോസ് നീതിയില്ലാതെ കുരിശിൽ തറയ്ക്കാൻ വിധിച്ചിടുന്നു. അപരാധിയായവർ ക്രൂശിന്നുമേകുന്നു, അനുഗ്രഹിക്കേണമേ പിന്തിരിയാൻ. അപരാധമോർത്തെന്നും അനുതപിക്കാൻ. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ. അനുയായിയാക്കണേ നിൻ വചസാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. ഒന്നാം സ്ഥലം, കൽത്തളത്തിലെ വിധി. ഇത് പീലാത്തോസിന്റെ അരമന. ആക്രോശിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈശോ നിൽക്കുന്നു. ക്രൂരമായ മർദ്ദനത്തിൻ്റെ ബാക്കിപത്രം, രക്തമണിഞ്ഞ ഒരു മാംസപിണ്ഡം, മുറിപ്പാടുകളിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, നിദ്രാഭാരം തൂങ്ങിയ കണ്ണുകൾ, നന്മ മാത്രം ചെയ്തു നടന്നു നീങ്ങിയ ആ കൈകാലുകൾ വിറക്കുന്നുണ്ടോ? നിന്റെ കണ്ണുകളിൽ ഇന്നെനിക്ക് എന്നെ കാണും. നിന്നെ ഇന്നും വിധിക്കുന്നത് ഞാൻ തന്നെയല്ലേ? വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ കുറ്റമറ്റവനായിരുന്നിട്ടും നിന്നെ ഞങ്ങൾ വിധിച്ചു, ഞങ്ങളുടെ കുറവുകൾ കൊണ്ട്. ഈശോയെ, ചിലപ്പോഴൊക്കെ എന്നെയും മറ്റുള്ളവർ വിധിക്കാറുണ്ട്. ഒത്തിരി നന്മ ചെയ്തിട്ടും ചെയ്യാതെ പോയ ഒരു നന്മയുടെ പേരിൽ. ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ, സൗഹൃദങ്ങൾക്കിടയിൽ ഒരു പരിഹാസ കഥാപാത്രമായി തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചൂണ്ടിക്കാട്ടിയ കുറ്റങ്ങളിൽ മറുത്തൊന്നും പറയാതെ കണ്ണുനീരോടെ മാത്രം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഈശോയെ, നിന്നെയോർത്ത്, ഈ കൽത്തളമോർത്ത് എന്നെ തെറ്റിദ്ധരിച്ചവർക്കും ദ്രോഹിച്ചവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കരിമല ലക്ഷ്യമാക്കി കാലത്തിൻ നാഥന്റെ യാത്ര തുടങ്ങി. ക്രൗര്യതയാർന്നൊരി ലോകത്തിൻ പാപങ്ങൾ കനിവോടീശോ ചുമന്നിടുന്നു. ആക്രോശമോടവരിൻ ചുമലിൽ അപമാനമാകുമീ ക്രൂശു നൽകാൻ അപരാധമിന്നു ഞാനെന്തു ചെയ്തു? അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ അനുഭവമേകണേ സ്വർഗരാജ്യം. രണ്ടാം സ്ഥലം കാൽവരിയിലേക്ക്. തിരുത്തോളിൽ ഭാരമേറിയ കുരിശും വഹിച്ച് ഈശോ മുന്നോട്ട് നീങ്ങുന്നു. കാണികൾക്ക് ആഘോഷമായ ഒരു യാത്ര. സ്വർഗാധിപനായിരുന്നിട്ടും മനുഷ്യനെ നേടാനെത്തിയ ദൈവപുത്രൻ വേദനയുടെ പതർച്ചയുടെ ആ നിമിഷത്തിൽ തൻ്റെ സ്നേഹിതർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കിയിരിക്കാം. ഇല്ല, ആരുമില്ല. എൻ്റെ സ്നേഹം പങ്കിട്ടവർ, കരുതലിൻ്റെ ചൂടേറ്റവർ, കാരുണ്യത്തിൻ്റെ അത്താഴമുണ്ടവർ ആരും കൂടെയില്ലെന്ന ബോധ്യം. വഞ്ചനയുടെ ചുംബനം, ഉറ്റവരുടെ തള്ളിപ്പറച്ചിൽ, വേണ്ടപ്പെട്ടവരാലുള്ള ഒറ്റപ്പെടുത്തൽ. ഈശോയെ, ഇതൊക്കെ നീ എങ്ങനെ സഹിച്ചു? ഇന്ന് ഞാൻ അറിയുന്നു നിന്റെ മനസ്സ്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി നീ ചുമന്നത് ഞങ്ങളുടെ പാപമാണെന്നറിയാതെ നിന്നെ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തവർ. ദൈവമേ, ഇതുപോലെയുള്ള ഒറ്റപ്പെടലുകൾ ഞങ്ങളും ചിലപ്പോഴൊക്കെ നേരിടാറുണ്ട്. ക്ഷമിക്കാവുന്ന ചില കൊച്ചു തെറ്റുകളുടെ പേരിൽ ചില സഹനങ്ങൾ ദൈവദാനമാണെന്ന് വീമ്പ് പറയുമ്പോഴും സഹിക്കുന്നവനെ നോക്കി പരിഹസിക്കുന്നവർ ഇന്നുമുണ്ട്. കാലക്കേടാണെന്നും എന്താണെന്നറിയില്ല അവൻ തകർച്ചയിലാണ്, ഒരു രൂപ പോലും കൊടുത്ത് സഹായിക്കരുതെന്ന് പരസ്പരം പറയുന്ന സുഹൃത്തുക്കൾ, വെറുപ്പോടെയും പുച്ഛത്തോടെയും നോക്കുന്നവർ. എൻ്റെ സഹനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും സമയങ്ങളിൽ നീ എനിക്ക് കൂട്ടായിരിക്കണമേ. എന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ വലതുകരം എന്നോട് കൂടെയുണ്ടാകണമേ. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ കൂടെ നടന്നാലും നീ എന്നെ കൈവിടില്ല എന്ന ബോധ്യം എന്നിൽ ആഴപ്പെടാം. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ നിറയ്ക്കണമേ. കാഠിന്യമേറും ക്രൂശുമായി കാൽ തട്ടി വീഴുന്നു സ്നേഹനാഥൻ. കരമൊന്നു നൽകി താങ്ങിടുവാൻ
കരളിൽ കനിവുള്ളോരാരുമില്ല. കുരിശിന്റെ വീഥികളിൽ ഞാൻ അറിയാതെ കാൽ തട്ടി വീണിടുമ്പോൾ അലിവോടെന്നെ നീ കാത്തിടണേ. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. മൂന്നാം സ്ഥലം കാഠിന്യപർവ്വം. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോ കല്ലുകൾ നിറഞ്ഞ ആ വഴിയിൽ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ആർത്തട്ടഹസിക്കുന്നവർക്കിടയിൽ അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. യൂദന്മാരുടെ പരിഹാസവും നിന്ദനവും ഓടിയൊളിക്കാൻ ഒരിടം പോലുമില്ലാതെ. കർത്താവേ, ജീവിതമാകുന്ന ഈ കുരിശിനും ഭാരമുണ്ട്. ഞെരുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കൊണ്ടും തുച്ഛമായ വരുമാനം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പലപ്പോഴും ഞങ്ങളും വീണുപോകുന്നു. പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ ചിലരെങ്കിലും ആ കുരിശിൻ്റെ ഭാരം താങ്ങാനാവാതെ ആത്മഹത്യയെന്ന ദൗർബല്യതയിലേക്ക് വീണുപോകാറുണ്ട്. ഈശോയെ, എനിക്കും വീഴ്ചകളുണ്ടാകുമ്പോൾ മനസാന്നിധ്യത്തോടെ എന്നെ നിയന്ത്രിക്കുവാനും ഞാൻ കുരിശെടുക്കുമ്പോൾ ശക്തിയില്ലാതെ ഞാൻ തളർന്നു വീഴുമ്പോൾ എനിക്ക് ശക്തി പകരാൻ എന്നെ സഹായിക്കാൻ നീ കൂടെയുണ്ടാകണമേ. കഥനം നിറയും കാൽവരി യാത്രയിൽ കണ്ണീർ കണങ്ങൾ തന്നിടയിലൂടെ കണ്ണോടു കണ്ണായൊരുണ്ണിയെ മാതാവ് കാണുന്നു. നെഞ്ചകം നീറി നീറി സാഗരമേ, അതിരില്ലാ ദുഃഖത്തെ ആറ്റിയിടുവാൻ ആർക്കാണമ്മേ കഴിഞ്ഞിടുക. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ. അനുഭവമേ
നാലാം സ്ഥലം. കൂട്ടിമുട്ടിയ കണ്ണുകൾ. കാൽവരിയിലേക്കുള്ള കുരിശുയാത്ര നീങ്ങുന്നു. അതിരറ്റ സന്തോഷവും അതിരറ്റ ദുഃഖവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശീലിച്ച മാതാവ് ആ വഴിയോരത്ത് കാത്തു നിൽക്കുകയാണ്. തൻ്റെ പൊന്നോമന പുത്രനെ ഒരു നോക്ക് കാണുവാൻ. ഹൃദയഭേദകമായ ആ കാഴ്ചയിത അമ്മയും മകനും പരസ്പരം കാണുന്നു. വാക്കുകളിലൂടെയല്ല, മൗനമായി ആ കണ്ണുകളും ഹൃദയങ്ങളും ഒരുപാട് സംസാരിക്കുന്നു. അന്ന് ദൈവാലയത്തിൽ ശമയോൻ പറഞ്ഞ സങ്കടത്തിൻ്റെ വാൾ ഇതുതന്നെയല്ലേ എന്നാ മാതാവ് ആ സമയം ഓർത്തിരിക്കും. ഈശോയെ, നിന്റെ കാൽവരി യാത്രയിൽ നിന്റെ ഓരം ചേർന്ന് നിന്റെ കുരിശിൻ്റെ ഭാരവും വേദനയുമെല്ലാം ഹൃദയത്തിലേറ്റി നിന്റെ അമ്മയും കൂടെയുണ്ടായിരുന്നല്ലോ. ഈശോയെ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഏകനായി ചുറ്റും നോക്കാറുണ്ട്. കരുണയോടെ സഹതാപത്തോടെ ഞാൻ കൂടെയുണ്ട് എന്ന് മൗനമായി പറയുന്ന കണ്ണുകളെ കാണാം. ഒരുപക്ഷെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും ഇപ്പോഴുള്ള സങ്കടം ഞങ്ങളുടെ പാപങ്ങളാണെന്നും ഞങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും വേദനകളും ഞങ്ങളുടെ തന്നെ പാപങ്ങൾ കൊണ്ടാണെന്നും അപരനോട് ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണെന്നും തിരിച്ചറിയുവാൻ നീ കൃപ നൽകണമേ. കുരിശുമായി നീങ്ങുന്ന ഈശോനാഥനെ കർഷകനാം ശീമോത്തുണച്ചിടുന്നു. ക്ലേശമോടീശോയെ താങ്ങിയോ നേടി കനിവാർന്ന കമനീയ സ്വർഗഭാഗ്യം. കുരിശുമായി നീങ്ങുന്ന ഈശോനാഥനെ കർഷകനാം ശീമോത്തുണച്ചിടുന്നു. ക്ലേശമോടീശോയെ താങ്ങിയോ നേടി കനിവാർന്ന കമനീയ സ്വർഗഭാഗ്യം. അങ്ങേ ക്രൂശിനു പങ്കാളിയാകുവാൻ അഴലാർന്ന ഞങ്ങളിൽ കനിയണമേ. ആനന്ദമേകുമാ ക്രൂശു താങ്ങാൻ അനുഗ്രഹിക്കേണമേ. അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. അഞ്ചാം സ്ഥലം. കർഷകന്റെ കരങ്ങൾ. മനുഷ്യൻ ജന്മം കൊണ്ട് തന്നെ ദുർഭകനാണ്, ദുർബലൻ. മനുഷ്യനെ നേടാൻ സ്വർഗം വെടിഞ്ഞ ഈശോയും ദുർബലനായി തീർന്നിരിക്കുന്നു. ഇനിയും കുരിശോടുകൂടെ നീങ്ങുവാൻ അവിടത്തേക്ക് സാധിക്കുന്നില്ല. ഇനിയും കുരിശോടുകൂടെ നീങ്ങുവാൻ അവിടത്തേക്കാകില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഈശോ വഴിയിൽ വെച്ച് തന്നെ മരിക്കരുത് എന്ന ക്രൂരചിന്തയ്ക്ക് അവർ കണ്ടെത്തിയ പോംവഴി അപ്പോൾ ആ വഴി വന്ന ശമയോൻ എന്നൊരാൾ. കൗറിയൻകാരനായ ആ മനുഷ്യനെ കൊണ്ട് അവിടത്തെ കുരിശെടുക്കുവാൻ അവർ നിർബന്ധിച്ചു.
അറിയാതെയാണെങ്കിലും അങ്ങയുടെ മഹത്വത്തിൽ ശമയോനും പങ്കാളിയാണ്. ഈശോയെ, ഇവിടെ ഞങ്ങളിലും ഇന്ന് സഹതാപം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരുവൻ്റെ ദുരന്തങ്ങളിൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവനോടൊപ്പമായിരിക്കാതെ മറ്റെന്തൊക്കെയോ ആണ് ഞങ്ങൾ തിരയുന്നത്. നിങ്ങളിൽ ചെറിയവന് ചെയ്ത സഹായം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വാക്കിൻ്റെ മഹത്വം അറിയാതെ പേരിനും പ്രശസ്തിക്കും വേണ്ടി നന്മ ചെയ്ത് കാഴ്ചക്കാരായി മാറും. കർത്താവേ, അങ്ങയുടെ കാൽവരി യാത്രയിൽ ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു, അറിയില്ല. ശമയോനെ പോലെ അപരനെ സഹായിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരികയും അങ്ങനെ അങ്ങേ പീഡാനുഭവത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. കണ്ണീരും നിണവും കലർന്നൊരാ തൂമുഖം കരുതലാൽ തുടയ്ക്കുന്നു വേറോനിക്ക. കാന്തിയാൽ താരകം തോൽക്കുന്നൊരാമുഖം കരിന്തിരി നാളമായി മങ്ങിതാ. ആശ്വാസദായക അങ്ങേ തിരുമുഖം അടിയന്റെ ഉള്ളിൽ പതിപ്പിക്കണമേ. അവികലമാകട്ടെ ഈ ജീവിതം. അനുഗ്രഹിക്കണമേ, അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. ആറാം സ്ഥലം, കരുതലിൻ്റെ കച്ച. ഭക്തയായ വെറോനിക്ക അവിടുത്തെ വിശുദ്ധമുഖം തുടയ്ക്കുന്നു. കാപഠ്യമില്ലാത്ത ഭക്തി. ഈശോയെ കണ്ടപ്പോൾ വെറോനിക്കായുടെ മനസ്സ് സഹതാപത്താൽ നിറഞ്ഞു. കളങ്കമില്ലാത്ത സ്നേഹം ആരുടെ വാക്കും ചെവിക്കൊള്ളില്ല. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവൾ തൻ്റെ തൂവാലയാൽ അവിടുത്തെ രക്തവും കണ്ണുനീരും നിറഞ്ഞ തൂമുഖം ഒപ്പിയെടുത്തു. ഈശോയെ, ഭാഗ്യപ്പെട്ടവളാണ് വെറോനിക്ക, ഹൃദയ പരമാർത്ഥതയുടെ ഭാഗ്യം. കർത്താവെ, ഞങ്ങളും ഭക്തിയുള്ളവരാണ്. പക്ഷേ ഞങ്ങളുടെ ഭക്തി കാഴ്ചപ്പാടുകളാൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ഈശോയെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളും വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. മറ്റുള്ളവരുടെ ധാരണകൾക്ക് മുകളിൽ ഞങ്ങളുടെ ദുരഭിമാനത്തിൻ്റെ വസ്ത്രങ്ങൾ ചുളിയാതെ നിന്റെ മുന്നിൽ എളിമപ്പെട്ട് ഒന്ന് മുട്ടുകുത്താനാവാതെ ഞങ്ങൾ ഭക്തിപ്രകടനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു. ദൈവമേ, ചുറ്റും നോക്കി മറ്റുള്ളവർ കാണാതെയാണ് ഞങ്ങൾ ഇന്ന് നെറ്റിയിൽ കുരിശുപോലും വരയ്ക്കുന്നത്. ഞാനിങ്ങനെയൊക്കെ ചെയ്താൽ മറ്റുള്ളവർ എന്തു ധരിക്കും? ഇങ്ങനെ സൗകര്യാർത്ഥം പേരിനായുള്ള ഭക്തിയിൽ ഒതുങ്ങുകയാണ് ഞങ്ങൾ. ദൈവമേ,
വെറോനിക്കായെപ്പോലെ ഹൃദയവിശുദ്ധിയോടുകൂടെ നിനക്ക് സാക്ഷ്യം നൽകാൻ, പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന വാക്യം അന്വർത്ഥമാകാതെ ഏതു സാഹചര്യത്തിലും ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. കല്ലുള്ള വീഥിയിൽ വീണ്ടും വീഴുന്നു കരുണാമയനവൻ യേശുനാഥൻ. കത്തുന്ന സൂര്യനും ക്രൂശിന്റെ ഭാരവും കൂടുന്നു യാത്രയിൽ ദുസ്സഹമായി. അറിയുന്നിതാ ഞങ്ങളീ നിമിഷം ആ ക്രൂശു നിർമ്മിച്ചതും ഞങ്ങളല്ലേ. അനുതപിക്കാൻ നീ വരമീകളേ. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. ഏഴാം സ്ഥലം. കാലിടറുന്ന നിമിഷം. ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. അവൻ അത്യധികം ക്ഷീണിതനാണ്. മുറിവുകളിൽ നിന്നും രക്തമൊഴുകുന്നു. കഠിനവ്യഥയുടെ വേദനയിൽ ഈശോ തളർന്നിരിക്കുന്നു. ചുറ്റുമുള്ളവരുടെ പരിഹാസവാക്കുകൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് അതൊന്നും കേട്ട ഭാവം കാണിക്കുന്നില്ല. ഈശോയുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം മാത്രം: എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ശരിയാണ് ദൈവമേ. പരിഭവിക്കാതെ, മറുത്തൊന്നും പറയാതെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പുത്രൻ. ദൈവമേ, സഹനങ്ങൾ ഞങ്ങളെ തളർത്തുമ്പോൾ ഇത് ദൈവനിയോഗമാണെന്ന് തിരിച്ചറിയാതെ ഞങ്ങൾ പരക്കം പായുകയാണ്. കുരിശുകളുടെ കാരണമറിയാൻ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഞങ്ങളുടെ മുൻജന്മ പാപം കൊണ്ടാണോ അതോ മറ്റുള്ളവരുടെ ഞങ്ങളോട് അസൂയയിലൂടെ അവർ ചെയ്ത ക്ഷുദ്രപ്രവൃത്തികൾ കൊണ്ടാണോ എന്നൊക്കെ നോക്കിയറിയാൻ ഞങ്ങൾ പരക്കം പായുകയാണ്. സമാധാനം തേടി ഞങ്ങൾ ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തിലേക്ക്, അറിയില്ല ദൈവമേ, ഇനി എന്ന് ഞങ്ങൾ മനസ്സിലാക്കും സഹനങ്ങളും വേദനകളും നിന്റെ സമ്മാനമാണെന്നും പരിഭവിക്കാതെ, മറുതലിക്കാതെ ദൈവം തരുന്ന ദുഃഖത്തിൻ്റെ രക്ഷയുടെ പാനപാത്രം ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുവാനും അതുവഴി ദൈവമഹത്വത്തിന് ഉടമകളാകുവാനും ഞങ്ങളെ ഒരുക്കേണമേ.
ഹൃത്തിനെ കണ്ടു നാഥൻ മൊഴിഞ്ഞിടുന്നു. കരയുന്നതെന്തിനെൻ പുത്രിമാരെ, കരയുവിൻ മക്കളെ ഓർത്തു നിങ്ങൾ. കരയുന്നു ശ്ലീം നാരീഗണത്തിനെ കണ്ടു നാഥൻ മൊഴിഞ്ഞിടുന്നു. കരയുന്നതെന്തിനെൻ പുത്രിമാരെ, കരയുവിൻ മക്കളെ ഓർത്തു നിങ്ങൾ. ആഗതമാകുന്നു ദുഃഖകാലം, ആർത്തവിലാപം കേൾക്കുമെന്നും. അഭയത്തിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടൂ. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ, അനുയായിയാക്കണേ നിൻ വചസ്സാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. എട്ടാം സ്ഥലം. കരയുന്ന സ്നേഹം. കുരിശുമായുള്ള ഈശോയുടെ യാത്ര ജെറൂസലേമിലൂടെ കടന്നു പോകുന്നു. തെരുവോരങ്ങളിലെ ബഹളങ്ങൾ കേട്ട് ഇതെന്താണെന്നറിയാൻ സ്ത്രീജനങ്ങൾ വഴിത്താരയിലേക്ക് വരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ തെരുവിലൂടെ വചനം പ്രഘോഷിച്ച് രോഗികളെ സുഖപ്പെടുത്തി കടന്നുപോയ ഈശോ എന്ന ദൈവത്തിൻ്റെ പുത്രനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്നു. ഉൾക്കൊള്ളാനാവാത്ത ആ കാഴ്ച കണ്ട് അവർക്ക് അവനോട് അനുകമ്പ തോന്നി. അന്ധനായ ബർത്തമിയൂസിനെ സുഖപ്പെടുത്തിയും ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞു. സ്നേഹിച്ചും ശാസിച്ചും നേർവഴി കാട്ടി. പിന്നീട് ഇവനാണ് വരാനിരിക്കുന്ന രക്ഷകനെന്ന് പറഞ്ഞു. സൈത്തിൻ കൊമ്പുകൾ വീശി ജയ് വിളിച്ചും ഓശാന പാടിയതും അവരോർത്ത് കരഞ്ഞു. അവരുടെ സഹതാപം അവിടുത്തെ ആശ്വസിപ്പിച്ചു. കൂപ്പുകരങ്ങളോടെ കരഞ്ഞു നിന്ന അവരോട് അവൻ പറഞ്ഞു, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും. ഇനിയും ഭൂമിയിൽ പാപം പെരുകുമെന്നും യുദ്ധവും ക്ഷാമവും കാരണം പട്ടിണി കിടന്ന് അവരുടെ കുഞ്ഞുങ്ങൾ മരിക്കുമെന്നും അവിടുന്ന് പ്രവചിച്ചതാവാം. ദൈവമേ, ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ ഞെരുക്ക സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അങ്ങേ പീഡകളെ ഓർക്കുവാനും ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുഴയുന്നു നാഥന്റെ കൈകാലുകൾ, കുരിശുമായി വീഴുന്നു മൂന്നാമതും. കാരുണ്യമേകി നടന്നൊരാ നാഥന്റെ കാലുകൾ പൂഴിയിൽ ആഴ്ന്നിടുന്നു. കുരിശുമായി
ദുഃഖത്തെ ക്രൂശു ഞാൻ ചുമന്നിടുമ്പോൾ അവശതയാൽ ഞാൻ വീണിടുമ്പോൾ ആശ്വാസമേകണി യേശുനാഥ. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ അനുഭവമേകണേ സ്വർഗരാജ്യം. 9-ാം സ്ഥലം. കാൽ തട്ടി വീഴുന്ന കരുണാമയൻ. അവിടുന്ന് വീണ്ടും നിലം പതിക്കുന്നു. ഇനി മുന്നോട്ട് നീങ്ങുവാൻ ശക്തിയില്ല. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ലാത്ത ഈശോയെ ശത്രുക്കൾ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള അവസാന യാഗത്തിൻ്റെ സമയമടുക്കുന്നു. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. പാപങ്ങൾ ചെയ്ത് ഈശോയെ പീഡിപ്പിച്ച് ആ ശത്രുക്കളുടെ കൂടെ ഇന്ന് ഞാനുമുണ്ട്. നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്ന് എന്നെ നോക്കി അവിടുന്ന് ഇന്നും ആവർത്തിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, എൻ്റെ പീഡകൾക്കും വേദനകൾക്കും മുൻപിൽ നിന്റെ കുരിശുയാത്ര എന്നോട് ചോദിക്കുന്നു, ഇതിനോളം വലുതാണോ കുഞ്ഞെ നിന്റെ വേദന? ഇല്ല കർത്താവേ, ഒരിക്കലുമില്ല. അതിനോളം വരില്ല എൻ്റെ ഒരു വേദനയും. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും വീണുപോകും. ദുഃഖങ്ങൾ നിരാശയിലേക്കും നിരാശ ആത്മഹത്യയിലേക്കും നയിക്കും. ദൈവമേ, ജീവിതത്തിൽ നിരാശനാകാതെ ഏത് കഠിന ദുഃഖവും അങ്ങയെ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരയണമേ. ഈ ദുഃഖജീവിതം ഇനിയും എത്ര നാൾ കൂടെയുണ്ട് എന്ന് അറിയില്ല. അങ്ങ് നൽകുന്ന കരുത്തോടെ എൻ്റെ ജീവിതയാത്ര തുടരുവാൻ എന്നെ നീ സഹായിക്കണമേ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്ധകാരത്തിൻ്റെ കാലമടുത്തു വരുന്നു. ഭയമാണ് കർത്താവേ. പക്ഷേ അങ്ങ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ടു നീങ്ങുന്നു. ദൈവമേ, കരുതലായി കൂടെയുണ്ടാകണമേ. കാൽവരി കുന്നിൻ മുകളിലായി കുരിശുമായെത്തി വിലാപയാത്ര. ക്രൂരരാം ശത്രുക്കൾ നാഥന്റെ വസ്ത്രങ്ങൾ കുറിയിട്ടെടുക്കാനൊരിഞ്ഞു മാറ്റി. ആദ്യ മനുഷ്യനെ നീക്കിന്നെന്നിൽ അങ്ങേ ധരിക്കുവാനെൻ ജീവിതം ആശിപ്പുനാഥ ആത്മാർത്ഥമായി. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ
വചസാൽ അനുഭവമേകണേ സ്വർഗരാജ്യം. 10-ാം സ്ഥലം. കണ്ണുനീരണിഞ്ഞ കാഴ്ച. ചമ്മട്ടിയടിയേറ്റും ഭാരമേറിയ കുരിശുമായി കുഴഞ്ഞു വീണും ദുസ്സഹമായ വഴിയിലൂടെ അവൻ കാൽവരിയിലെത്തി. ദാഹാർത്തനായ അവിടത്തേക്ക് അവർ മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എങ്കിലും അവിടുന്ന് അത് സ്വീകരിച്ചില്ല. ദുഃഖാർത്തയായ ആ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. പടയാളികൾ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുന്നു. ഈശോയുടെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. ഇതൊക്കെ കാണുമ്പോൾ ആ മാതൃഹൃദയം തേങ്ങുന്നുണ്ട്. ഗബ്രിയേൽ ദൂതുമായി വന്ന നാൾ മുതൽ ഈശോയ്ക്ക് വേണ്ടി തയ്യൽ കൂടാതെ തൻ്റെ സ്വപ്നങ്ങൾ കൊണ്ട് നെയ്തെടുത്തതാണ് ആ മേലങ്കി. അങ്ങനെ തിരുവെഴുത്തിൻ്റെ പൂർണ്ണതയിൽ അതും സംഭവിച്ചു. ഈശോയെ, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച അങ്ങയുടെ വസ്ത്രങ്ങൾ വലിച്ചു പറിച്ചെടുത്തപ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണെന്നറിയാം. ഈ വേദനകൾ, പീഡനങ്ങൾ ലോകപരിത്രാണത്തിനാണ് എന്നുമറിയാം. ലോകരക്ഷകനായി ഉദ്യതനാകുവാൻ ഈശോയെ പാപം നിറഞ്ഞ ഞങ്ങളുടെ ചില ദുശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ, തഴക്കദോഷങ്ങൾ ഇവയൊക്കെ ഉരിഞ്ഞു മാറ്റുമ്പോൾ ഞങ്ങളുടെ വേദന വകവയ്ക്കാതെ അങ്ങയെ ധരിച്ച് പുണ്യത്തിലൂടെ മറ്റൊരു ക്രിസ്തുവാകുവാനും അങ്ങനെ നന്മയിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുരിശോടു ചേർത്തു കിടത്തുന്നു നാഥനെ കാട്ടാളനീതി തൻ കിങ്കരന്മാർ. കൂർത്തതാം കാരിരും വാണിയാലീശോ തൻ കൈകാൽ തറയ്ക്കുന്നു പടയാളികൾ. കുരിശോടു ചേർത്തു കിടത്തുന്നു നാഥനെ കാട്ടാളനീതി തൻ കിങ്കരന്മാർ. കൂർത്തതാം കാരിരും വാണിയാലീശോ തൻ കൈകാൽ തറയ്ക്കുന്നു പടയാളികൾ. അങ്ങേക്കു വേണ്ടിയായി ജീവിച്ചിടാൻ, അങ്ങേക്കു സാക്ഷിയായി മരിച്ചിടുവാൻ അനുഗ്രഹിക്കണമേ സ്നേഹനാഥ. അനുഗ്രഹിക്കണമേ, അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസാൽ അനുഭവമേകണേ സ്വർഗരാജ്യം. 11-ാം സ്ഥലം. കാരിരുമ്പാണി തീർക്കുന്ന പൂക്കൾ. മനുഷ്യരക്ഷാകര ദൗത്യത്തിൻ്റെ ബലി തുടങ്ങി. കുരിശാകുന്ന ബലിപീഠത്തിൽ ഈശോയെ അവർ കിടത്തി. കൈകാലുകളിൽ
ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. അതികഠിനമായ വേദന. ദൈവമേ, എനിക്കത് സങ്കൽപ്പിക്കുവാൻ പോലുമാകുന്നില്ല. എൻ്റെ മനക്കണ്ണാൽ ഞാനിപ്പോൾ അങ്ങയെ കാണുന്നു. അവിടുത്തെ അധരങ്ങളിൽ പരാതിയോ പരിഭവമോ കണ്ണുകളിൽ നൈരാശ്യമോ ഇല്ല. ലോകത്തിന് സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം വെറുത്ത് കുരിശിൽ തറച്ചു. അങ്ങ് ഈ ലോകത്തിൻ്റേതല്ലാത്തതിനാൽ ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിക്കേണ്ടവനായതിനാൽ അങ്ങ് ഇതെല്ലാം പിതാവിൻ്റെ നാമമഹത്വത്തിന് വിട്ടുകൊടുത്തു. ദൈവമേ, ഇന്നും അങ്ങയുടെ സ്നേഹമെന്ന നിയമങ്ങളെ അവർ പീഡിപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞ് അങ്ങയുടെ വചനം പറയുന്നവരെ കാട്ടാളനീതിയുടെ കിങ്കരന്മാർ ചുട്ടുകരിക്കുന്നു. പുറം ലോകം കാണാനാവാതെ തടവറയിൽ കഴിയുന്നു. ഈശോയെ, അങ്ങയ്ക്കു വേണ്ടി സാക്ഷിയാകാൻ, അങ്ങയ്ക്കു വേണ്ടി ജീവിച്ച് അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകരക്ഷകനായ അങ്ങയെ ഉദ്ഘോഷിച്ചുകൊണ്ട് മരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാൽവരി കുന്നിലെ ക്രൂശിലാ ജീവൻ കാഴ്ചവയ്ക്കുന്നിതാ താതന്റെ കൈകളിൽ. കൂരിരുളാകുന്നു ആകാശമണ്ഡലം, കാണുവോർ കൺപൊത്തി കരഞ്ഞിടുന്നു. കാൽവരി കുന്നിലെ ക്രൂശിലാ ജീവൻ കാഴ്ചവയ്ക്കുന്നിതാ താതന്റെ കൈകളിൽ. കൂരിരുളാകുന്നു ആകാശമണ്ഡലം, കാണുവോർ കൺപൊത്തി കരഞ്ഞിടുന്നു. ആശിച്ച ബലിയങ്ങ് പൂർത്തിയാക്കി, അങ്ങയെപ്പോലെ ഞാനായിടുവാൻ അടിയനിൽ കൃപ നീ ഏകിടണേ. അനുഗ്രഹിക്കണമേ, അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. 12-ാം സ്ഥലം. കാണിക്കയേകുന്ന പുത്രൻ. ഗാഗുൽത്ത എന്ന തലയോടിടത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവിടത്തെ അവർ കുരിശിൽ തറച്ചു. ഇത്രയേറെ ക്രൂരത ചെയ്തിട്ടും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ. തൻ്റെ വലതുഭാഗത്തുള്ള നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. ആശ്രയിക്കാൻ ആരുമില്ലാതെ ഭയാശങ്കകൾക്ക് നടുവിൽ ഏകനായി നിന്ന തൻ്റെ അരുമ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്ന്. വാർദ്ധക്യത്തിലേക്കെത്തുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരു തുണയായി, ഒരു കൈത്താങ്ങായി ഇതാ നിന്റെ മകനെന്നും പരസ്പരം പറഞ്ഞേൽപ്പിക്കുമ്പോൾ അത് മാനവവംശത്തെ മുഴുവനുമായി ഏൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം 12 മണി. പിതാവേ, അങ്ങേ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു.
എന്ന് പറഞ്ഞ് അവിടുന്ന് മരണം പുൽകി. പെട്ടെന്ന് സൂര്യനിരുണ്ടു, ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞു. ദൈവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ രണ്ടായി പിളർന്നു. ഇതൊക്കെ കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശതാധിപൻ പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായി. അതേ ഈശോയെ, നീയാണ് നീതിയെന്നും സത്യമെന്നും വഴിയുമെന്നും ഞങ്ങൾ അറിയുവാൻ വൈകിപ്പോയി. ദൈവേഷ്ടം നീ പൂർത്തിയാക്കി, അങ്ങയുടെ ദഹനബലി. ദൈവമേ, നിന്നെ കണ്ടുകൊണ്ട് നല്ല ഓട്ടമോടുവാനും ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എന്നിൽ നിന്നും അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം മിഴിവോടെ പൂർത്തിയാക്കി സ്വർഗത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യാമാതാവിൻ മടിയിലായി കിടത്തുന്നു യേശുവിൻ മരവിച്ച ദേഹം. കരയുവാൻ പോലും കഴിയാത്തൊരമ്മതൻ കഥനത്തിനാഴം ആരറിഞ്ഞു. അമ്മേ, സഹനത്തിൻ പൂർണ്ണത നീ, അവിടുത്തെ പീഡകളോർത്തു ജീവിക്കാൻ അടിയനിൽ തുണ നീ ഏകീടണേ. അനുഗ്രഹിക്കണമേ, അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. 13-ാം സ്ഥലം. കാത്തിരുന്ന യാഗം. ഇത് ഒരു ദുഃഖവെള്ളി ഭൂമിക്ക് മുഴുവൻ. അന്ന് ആ വെള്ളിയാഴ്ച രാത്രി ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. സ്നേഹം തന്നെയായ നിയമത്തെ കുരിശിൽ തറച്ചിട്ട് നശ്വരമായ നിയമങ്ങളെ പിന്തുടരുന്നവർ. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞതിനാൽ അവിടത്തെ കണങ്കാൽ തകർത്തില്ല. പടയാളികളിൽ ഒരുവൻ ലൊങ്കീനോസ് അവിടത്തെ വിലാപ്പുറത്ത് കുത്തി. അങ്ങനെ അവസാന തുള്ളി രക്തവും ദ്രോഹിച്ചവന് കണ്ണിൽ കാഴ്ചയുടെ പൂക്കളായി. അന്ധനായിരുന്നവൻ കാഴ്ചയുള്ളവനായി. അവർ ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തി. ദുഃഖത്തിൻ്റെ പരമകൂടിയിൽ വ്യാകുലയായ അമ്മ അണപൊട്ടിയൊഴുകുന്ന ദുഃഖത്തിൽ അങ്ങ് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറയുമ്പോൾ അങ്ങയുടെ മനസ്സിലെ ഓർമ്മകൾ ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്ത അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള ഓർമ്മകൾ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖ സാഹചര്യങ്ങളിൽ
ഏകാന്തതയിൽ അമ്മ നൽകുന്ന കരുത്ത് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ആത്മനാശം വരുത്താതെ മുന്നോട്ടു നീങ്ങുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങൾ തളർന്നും തകർന്നും പോകുമ്പോൾ മടിയിൽ കിടക്കുന്ന ഈശോയെ ചൂണ്ടി, കുഞ്ഞെ, ഇതിനോളം വലുതാണോ നിന്റെ വേദന എന്നു ചോദിച്ച് ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. കച്ചയാൽ മൂടിയ നാഥന്റെ പൂമേനി കല്ലറയ്ക്കുള്ളിലായി സംസ്കരിക്കുന്നവർ ക്ലേശങ്ങൾ പിന്നിട്ടു മൂന്നാം ദിനത്തിൽ കാലത്തിൻ രാജനായി ഉത്ഥിതനാകുവാൻ കച്ചയാൽ മൂടിയ നാഥന്റെ പൂമേനി കല്ലറയ്ക്കുള്ളിലായി സംസ്കരിക്കുന്നവർ ക്ലേശങ്ങൾ പിന്നിട്ടു മൂന്നാം ദിനത്തിൽ കാലത്തിൻ രാജനായി ഉത്ഥിതനാകുവാൻ. ആരാധിക്കുന്നിതാ യേശുവേ ഞങ്ങൾ, അവിടുത്തെ രാജ്യത്തിലെത്തോളം അങ്ങിൽ ലയിക്കുന്ന കാലത്തോളം അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ അനുയായിയാക്കണേ നിൻ വചസ്സാൽ അനുഭവമേകണേ സ്വർഗരാജ്യം. 14 സ്ഥലം. കതിരൊളി തൂകിയ കല്ലറ. ഈശോയ്ക്ക് വേണ്ടി ഒരു കല്ലറ ഒരുങ്ങി. പിലാത്തോസിൻ്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. യഹൂദ ആചാരമനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കല്ലറയിൽ ഈശോയെ സംസ്കരിച്ചു. അങ്ങ് ലോകത്തിൽ നിന്നുള്ളവനല്ല, അതുകൊണ്ട് തന്നെ ലോകഭ്രമങ്ങളിൽ അങ്ങ് വീണില്ല. അങ്ങയെ പാതാളത്തിലേക്ക് തള്ളുകയോ അങ്ങയിലെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുകയോ ചെയ്തില്ല. പാപത്തിൽ ജനിക്കാതെ പാപത്തിൽ ജീവിക്കാതെ അങ്ങ് നിയമത്തിന് വിധേയനായി മരണത്തെ ജയിക്കാൻ മരിച്ചു. ദൈവമേ, ഞങ്ങളും അങ്ങയോടൊപ്പം മരിക്കും. മാമോദീസ വഴി ഞങ്ങൾ പുനർജീവിക്കുകയും അങ്ങയുടെ വചനത്തിൻ്റെ പടച്ചട്ടയും പാദരക്ഷയുമണിഞ്ഞ് അങ്ങയോടൊപ്പം സംസ്കരിക്കപ്പെടാനും സ്നേഹമെന്ന നിയമത്തിന് വിധേയരാകുവാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ സ്നേഹം മാത്രം കരുത്താകുവാനും നിന്റെ പീഡകളോർത്ത് ജീവിക്കുവാനും അങ്ങനെ പാപത്തിൽ മരിച്ചവരായി ജീവിച്ച് അങ്ങയ്ക്ക് സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
കുരിശിനാൽ മരണം പുൽകിയ നാഥനാൽ കണ്ടു ലോകം സ്വർഗകാന്തി. കുരിശിനെ മഹിമ തന്നടയാളമാക്കി കുരിശിന്റെ പാതയിൽ നീങ്ങിടുവാൻ. കുരിശിനാൽ മരണം പുൽകിയ നാഥനാൽ കണ്ടു ലോകം സ്വർഗകാന്തി. കുരിശിനെ മഹിമ തന്നടയാളമാക്കി കുരിശിന്റെ പാതയിൽ നീങ്ങിടുവാൻ. ആകുലരാണിവർ യേശുവേ, അഭയമായി നീയെത്താൻ വൈകരുതേ. ആശ്രയം നിൻ തിരുക്കുരിശു മാത്രം. അനുഗ്രഹിക്കേണമേ അനുഗമിക്കാൻ, അനുയായിയാക്കണേ നിൻ വചസ്സാൽ. അനുഭവമേകണേ സ്വർഗരാജ്യം. കരുണയേകാനൊരു യാചന. ദൈവമേ, ആദ്യപാപത്താൽ അറ്റുപോയ ദൈവമനുഷ്യബന്ധത്തെ കൂട്ടിയിണക്കുവാൻ, മനുഷ്യപാപത്തിന് പരിഹാരമായി അങ്ങയുടെ പുത്രനായ ഈശോയുടെ ദഹനബലി അങ്ങ് സ്വീകരിച്ചല്ലോ. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളോട് രമ്യതപ്പെടുകയും ചെയ്തുവല്ലോ. ദൈവമേ, ഞങ്ങൾ ബലഹീനരായ ദുർഭഗരായ പാപികൾ, ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന തിന്മകൾ ചെയ്യുകയും അങ്ങനെ ഈശോയെ തറക്കുന്ന മുള്ളുകളായി ഞങ്ങൾ മാറുകയും ചെയ്യുന്നു. അങ്ങേ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ യോഗ്യതകൾ കൊണ്ട് ഞങ്ങളെ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്കറിയാം കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെന്ന്. എങ്കിലും നിന്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ തലോടൽ കൊണ്ട് അത് മഞ്ഞിനേക്കാൾ നിർമ്മലമാകുമെന്ന്. ദൈവമേ, ഇനിയും നീ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. അപരാധങ്ങളിലൂടെ നിന്നെ നോവിക്കാതിരിക്കാൻ, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളുടെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടാതിരിക്കാൻ, ഭൂമിയിലെ വികാര ലഹരികൾക്ക് അടിമയാകാതിരിക്കാൻ, നാവുകൾ വിസർജിക്കുന്ന വാക്കാൽ മലിനമാകാതിരിക്കാൻ, തലോടേണ്ട കൈകൾ തഴക്കദോഷങ്ങളെ പുൽകാതിരിക്കാൻ, ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകേണമേ. നിന്റെ തിരുക്കച്ച കൊണ്ട് ഞങ്ങളെ പുതിയേണമേ. നിന്റെ കരുണാർദ്രമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ തിരുമാറിൽ ഞങ്ങളെ ചേർക്കണമേ. ആമേൻ.